നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് പൈസ യൂട്യൂബിൽ നിന്നും ഈ പ്രോഗ്രാമിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ നിന്നും വളരെയധികം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, നന്നായിട്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന യൂട്യൂബിൻ്റെ ഒരു ഫീച്ചറാണ് യൂട്യൂബിൻ്റെ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങളിൽ പലർക്കും ഈ ഫീച്ചർ കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ ചിലർക്ക് ഇത് ശരിയായ രീതിയിൽ ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അഥവാ ഓൺ ചെയ്തിട്ടുള്ളവർക്ക് ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇവിടെ നോക്കാൻ നിങ്ങളിൽ പലരുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇവിടെ ഏണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ വേസ് ടു ഏൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഈ ഷോപ്പിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ ഈ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് കണക്ട് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ ഈ ഒരു സംഭവമായിരിക്കും വരുന്നത്. ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളിൽ പലരും കൺഫ്യൂസ് ആയിരിക്കുന്ന ഒരു സംഭവമാണിത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഷോപ്പിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോക്കുക ഈ ഒരു സ്ക്രീനാണ് വരേണ്ടത്. ഇവിടെ നോക്കുക ജോയിൻ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിനെ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ, ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഈ യൂട്യൂബിൽ നിന്നും ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിന്നും മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് പോലെ നമുക്കും വളരെ നന്നായി പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിൽ പലർക്കും ഈ ജോയിൻ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവം കാണിക്കാത്തത്? ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് എലിജിബിലിറ്റിയാണ് വേണ്ടത്? ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെ ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം. കാരണം ഈ ഫീച്ചർ കിട്ടിയിട്ടുള്ള പലരും അവരുടെ വീഡിയോസിനൊപ്പം ചില പ്രോഡക്റ്റ്സ് ടാഗ് ചെയ്ത് കൊടുക്കും. പക്ഷേ 1-2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ ഈ ടാഗ് ചെയ്ത് കൊടുത്ത പ്രോഡക്റ്റ് അവരുടെ വീഡിയോയിൽ ഉണ്ടാവില്ല, അത് റിമൂവ് ആയിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടെ യൂട്യൂബിൻ്റെ പോളിസി എന്താണ്? ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ തെറ്റ് ആവർത്തിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം നിങ്ങളുടെ ചാനലിൽ നിന്ന് ഡിസേബിൾ ചെയ്ത് കളയും. ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് പൈസ യൂട്യൂബിൽ നിന്നും ഈ പ്രോഗ്രാമിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇവിടെ ഷോപ്പിംഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സ്ക്രീൻ വരുന്നത്? എന്തുകൊണ്ട് ഇതേപോലെ ജോയിൻ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന ഒരു ഓപ്ഷൻ വരുന്നില്ല? ഇതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അത് പാലിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ഇതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ ഒരു മോണിറ്റൈസ് ആയ ചാനലായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോണിറ്റൈസ് ആയാൽ മാത്രം പോരാ, അതിൽ മിനിമം 10,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ ഞാൻ ഈ പറയാൻ പോകുന്ന കൺട്രികളിലുള്ളതായിരിക്കണം. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ, ഇന്ത്യ, അതുപോലെ തായ്ലാൻഡ് ആൻഡ് വിയറ്റ്നാം. ഈ കൺട്രികളിലുള്ള ചാനലുകൾക്ക് മാത്രമേ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നാലാമത്തെ ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അതായത് നിങ്ങളുടെ ചാനൽ ഒരു മെയ്ഡ് ഫോർ കിഡ്സ് ചാനൽ ആകാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും മാക്സിമം വീഡിയോസും മെയ്ഡ് ഫോർ കിഡ്സിലുള്ളതാകാൻ പാടില്ല. അതുപോലെ തന്നെ മ്യൂസിക് ചാനലുകൾ, മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചാനലുകൾ, ഇവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവസാനത്തെ അഞ്ചാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ ഒരൊറ്റ കമ്മ്യൂണിറ്റി ഗൈഡൻസ് സ്ട്രൈക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. ഈ കണ്ടീഷനുകളെല്ലാം പാലിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് മോണിറ്റൈസ് ആകുന്ന സമയത്ത് ചിലപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകത്തില്ല. പിന്നീട് പതുക്കെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഷോപ്പിംഗിൽ കയറി നോക്കുമ്പോൾ ഉടൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവില്ല. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷേ അത് യൂട്യൂബിൻ്റെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ട് വരത്തുള്ളൂ. എനിക്കും ഇങ്ങനെ സംഭവിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു 10,200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇത് വന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിൽ ചാറ്റ് ചെയ്തു. നിങ്ങൾ ഇവിടെ കാണാൻ ഞാൻ ചാറ്റ് ചെയ്തത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ആയിട്ടുണ്ട്, പക്ഷേ അത് സിസ്റ്റത്തിൽ പ്രോപ്പർലി രജിസ്റ്റർ ആയ ഉടൻ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്കത് കിട്ടുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും ഒരു 10,200, 10,300 സബ്സ്ക്രൈബേഴ്സ് വരെ നോക്കുക. അതിന് ശേഷവും കിട്ടിയില്ലെങ്കിൽ നിങ്ങളും ഞാനിപ്പോൾ സംസാരിച്ച പോലെ യൂട്യൂബിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിൽ ചാറ്റ് ചെയ്യുക. അവർ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളോട് പറയും. ഓക്കെ, അപ്പോൾ ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതെന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിന് എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ ഷോപ്പിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോക്കുക ജോയിൻ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഓൺ ചെയ്യാനായിട്ട് ഈ ജോയിൻ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക ഏൺ കമ്മീഷൻ ഫ്രം പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെയായിട്ട് ടേൺ ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കി കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം, പക്ഷേ കുറേ ഉണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും താഴെ ഇതേപോലെ വന്നിട്ട് ഇവിടെ നോക്ക് ഐ അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കി ഇവിടെ അവർ പറയുന്നത് എന്തെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് തന്നെ അതിനെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ നമ്മുടെ വീഡിയോടൊപ്പം ടാഗ്
ടാഗ് ചെയ്ത് തരാം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇതിൽ ടാഗ് പ്രോഡക്ട്സ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ പ്രോഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ടാഗ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണോ നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഈ അഫിലിയേറ്റ് പ്രോഗ്രാം എൻ്റെ ഈ ചാനലിൽ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ താഴെ അവർ ട്രൈ ഇറ്റ് ഔട്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. അതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പ്രോപ്പർലി നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചാനലിൽ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും ഒക്കെയുള്ള ഐറ്റംസ് നമ്മുടെ സ്റ്റോറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും ഇവിടെ നോക്കി എൻ്റെ ഒരു വീഡിയോ ഓടുകയാണ്, അതൊരാൾ കാണുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ ഏറ്റവും താഴെയായിട്ട് നോക്കുക പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്റ്റോറിലുള്ള എല്ലാ പ്രോഡക്ട്സും അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഓരോ സിംഗിൾ പ്രോഡക്ട്സ് ആയിട്ട് കാണിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക ഇത് നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് അങ്ങ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മറ്റൊരാൾ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കയറി കഴിഞ്ഞാൽ അവർ ഈ ഐറ്റം മേടിക്കണമെന്നില്ല. അവർ ഏത് ഐറ്റം മേടിച്ചാലും ശരി അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ മറ്റൊരാൾ ഇതേപോലെ ഫ്ലിപ്കാർട്ടിൽ കയറി കഴിഞ്ഞാൽ അവർ അടുത്ത 30 ദിവസത്തേക്ക്, അതിനിടയ്ക്ക് മറ്റൊരാളുടെ ചാനലിലൂടെ കയറിയിട്ടില്ലെങ്കിൽ അടുത്ത 30 ദിവസം വരെ അവരുടെ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തും മേടിച്ചാലും ശരി അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം. ഇതിൽ രണ്ടാമത്തെ രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഓരോ വീഡിയോയുടെ ഒപ്പം നമുക്ക് പ്രോഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ലോങ് വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതുപോലെ ഷോർട്ട് വീഡിയോടൊപ്പം നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ലോങ് വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഒരു ഓഡിയൻസ് അതിനെ കാണുമ്പോൾ കാണിക്കുന്നത്. എന്നിട്ട് സൈഡിലായിട്ട് കോർണറായിട്ട് നോക്കുക ആ പ്രോഡക്ട്സ് അവിടെ കാണും. അതിൽ അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫ്ലിപ്കാർട്ടിലേക്ക് കൊണ്ടുപോകും. അതുപോലെ നമ്മളൊരു ഷോർട്ട് വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഓടുകയാണ്, അതിൽ നോക്കുക ഈ ഒരു പ്രോഡക്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരെ ഇത് ഫ്ലിപ്കാർട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ടും അതായത് ഈ ടാഗിൽ കൊടുത്തിട്ടുള്ള പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടും അവർ ഫ്ലിപ്കാർട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് തന്നെ അവർക്ക് പർച്ചേസ് ചെയ്യണമെന്നില്ല. അവർ എന്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും അതുപോലെ തന്നെ 30 ദിവസം വരെ, അതായത് മറ്റൊരാളുടെ ചാനലിലൂടെ അവർ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ 30 ദിവസം വരെ അവർ എന്ത് പർച്ചേസ് ചെയ്താലും അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ഒരു പ്രോഡക്ട്സ് വീഡിയോയിൽ ടാഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യൂട്യൂബിൻ്റെ ചില പോളിസികളുണ്ട്. അത് പാലിക്കാതെ നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിയുമ്പോൾ ആ പ്രോഡക്റ്റ് യൂട്യൂബിൽ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു തെറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് ഫീച്ചർ യൂട്യൂബ് നമ്മുടെ ചാനലിൽ നിന്ന് ഡിസേബിൾ ചെയ്ത് കളയും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പോളിസികൾ എന്താണെന്നുള്ളത് ആദ്യം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം എങ്ങനെയാണ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് അതിൽ പ്രോഡക്ട്സ് ഇടുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സെപ്പറേറ്റ് വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഈ യൂട്യൂബ് അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ പോളിസികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പ്രോഡക്ട്സ് ആഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പോളിസികളൊന്നുമില്ല. അത് നിങ്ങളങ്ങ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ എല്ലാ വീഡിയോസിനോടൊപ്പം അത് പൊയ്ക്കൊണ്ടേയിരിക്കും. ആളുകൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാനും പറ്റും. പക്ഷേ നിങ്ങളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നിങ്ങളുടെ ഒരു വീഡിയോടൊപ്പം ടാഗ് ചെയ്യുന്നതിന് പോളിസികളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഇല്ലെങ്കിൽ ആദ്യം അവരത് റിമൂവ് ചെയ്യും. അതിനുശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. യൂട്യൂബ് നിങ്ങളുടെ ഈ ഫീച്ചറിനെ നിങ്ങളുടെ ചാനലിൽ നിന്ന് ഡിസേബിൾ ചെയ്ത് കളയും. അതുകൊണ്ട് പോളിസി കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ ഒന്നാമത്തെ പോളിസി എന്ന് പറയുന്നത് പ്രോഡക്ട്സ് ആർ ഈസിലി ഐഡന്റിഫയബിൾ ആൻഡ് ഫീച്ചേർഡ് പ്രോമിനൻ്റ്ലി ഇൻ യുവർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടാഗ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീഡിയോയിൽ ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഈ ഫോൺ നിങ്ങൾക്ക് കാണാം, ഈ ചെയർ കാണാം, ഈ കമ്പ്യൂട്ടർ കാണാം. ഈ കാര്യങ്ങളൊക്കെ എനിക്കിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു പെൻസിലോ പേനയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്കിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത പോളിസി എന്ന് പറയുന്നത് പ്രോഡക്ട്സ് ആർ മീനിങ്ഫുള്ളി റിലേറ്റഡ് ടു യുവർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സെയിം കാര്യം തന്നെയാണ്. നിങ്ങൾ ഈ ടാഗ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ ഈ കണ്ടന്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിൽ ആ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. സെയിം മീനിങ് ആണ്. അടുത്തത് എ വ്യൂവർ മേ റീസണബിളി വാണ്ട് ടു ലേൺ മോർ ഓർ ബൈ എ പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് അപ്പിയറൻസ് ഇൻ യുവർ കണ്ടന്റ്. അതായത് നിങ്ങളുടെ വീഡിയോയിൽ ഒരു പ്രോഡക്റ്റ് വ്യൂവർ കണ്ടിട്ട് അവരത് ഇഷ്ടപ്പെട്ട് അവർക്ക് വാങ്ങണമെന്ന് തോന്നണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാവണം. ഇതും സെയിം മീനിങ് തന്നെയാണ്. അടുത്തത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രോഡക്ട്സ് ആർ യൂസ്ഡ് ആസ് ഇൻറ്റൻഡഡ്. ദിസ് മീൻസ് ദാറ്റ് യുവർ യൂസ് ഓഫ് ദ പ്രോഡക്റ്റ് അലൈൻസ് വിത്ത് ദ മാനുഫാക്ചേഴ്സ് ഇൻറ്റൻറ്റ് ആൻഡ് പ്രൊമോട്ട് സേഫ് യൂസേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ ഇവിടെ കാണിക്കുന്നുണ്ട്, ഇതിനെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രോപ്പർ യൂസ്
ചെയ്തിട്ടായിരിക്കണം ഞാൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഫോണിനെ തല്ലി പൊട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കരുത്. മാനുഫാക്ചറുടെ ഇൻറ്റൻറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള വീഡിയോ ആയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇനി നമുക്ക് ഒരു പ്രോഡക്റ്റിനെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ടാഗ് ചെയ്തതെന്നുള്ളത് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റ്സിനെ ആഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് ടാഗ് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ലോങ് വീഡിയോയിലും കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഷോർട്ട് വീഡിയോ ഇതിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ എൻ്റെ മൈക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനൊരു മൈക്കിനെ അതിൽ ടാഗ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ടാഗ് ചെയ്യാനായിട്ട് ഇത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടാഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ നമ്മൾ ടാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെർച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലമാണിത്. അപ്പം ഞാനിവിടെ ഒരു മൈക്കാണ് ഞാൻ ടാഗ് ചെയ്യാൻ പോകുന്നത്. അതും ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്. അപ്പം ഞാനിവിടെ ഹോളി ലാൻഡ് മൈക്ക് എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള കുറേ മൈക്കുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മൈക്കിൻ്റെയും വിലയും അത് സെയിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ കമ്മീഷൻ കിട്ടും അതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കുക, 230 രൂപ 230 രൂപ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ചില പ്രോഡക്ട്സിന് പെർസെൻറ്റേജിലായിരിക്കും കമ്മീഷൻ കാണിക്കുന്നത്. അപ്പോൾ കമ്മീഷനും നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇനി നമ്മൾ ഏത് പ്രോഡക്റ്റാണോ ടാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എക്സാക്ട് പ്രോഡക്റ്റ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതൊരു മാച്ചിങ് പ്രോഡക്റ്റ് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഹോളി ലാൻഡ് ലാർക്ക് മറ്റൊരു മൈക്ക് കാണിക്കുന്നുണ്ട്. സെയിം വേരിയൻ്റ് അല്ല, പക്ഷേ സെയിം കമ്പനിയാണ്. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ ടാഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടാഗ് ചെയ്യാനായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്. എങ്കിലും ഞാൻ ഇതിനെ തന്നെ ടാഗ് ചെയ്യുകയാണ്. കാരണം ഇതിലൂടെ കയറി മറ്റെന്തെങ്കിലും മേടിച്ചാലും അതിൽ നിന്നുള്ള കമ്മീഷനും കിട്ടും. അപ്പോൾ ഞാൻ ഇതിനെ തന്നെ ഇവിടെ ടാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടാഗിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക, ഞാൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ആ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഷോർട്ട് വീഡിയോയിൽ നമുക്കിത് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഇത് എവിടെയാണോ കൊണ്ട് വെക്കുന്നത് ഇതേപോലെ നമുക്ക് കൊണ്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ വെച്ചിട്ട് ഇനി ഇവിടെ നോക്കുക, ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഈ ടാഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നിടത്ത് ആ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഏറ്റവും മുകളിൽ സേവ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. സേവ് ചെയ്യാൻ മറക്കരുത്. സേവിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ സേവ് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, എൻ്റെ ഈ ഷോർട്ട് വീഡിയോ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തുമ്പോൾ ഇതേപോലെ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കുക, ഞാൻ ടാഗ് ചെയ്ത് കൊടുത്ത പ്രോഡക്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അവരിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് പോകും. ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് ടാഗ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ആ ലോങ് വീഡിയോ ഒരു പബ്ലിക് കാണുമ്പോൾ ഇതേപോലെ ആ ലോങ് വീഡിയോയുടെ ഇവിടെ ഈ കോർണറിലായിട്ടായിരിക്കും അത് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിൽ ഡ്രാഗ് ചെയ്ത് അവിടെ ഇവിടെ കൊണ്ട് വെച്ചല്ലോ, അതേപോലെ ഈ ലോങ് വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ കോർണറിൽ തന്നെ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് തന്നെ പോകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാഗ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് വീഡിയോടൊപ്പം ടാഗ് ചെയ്യുമ്പോൾ ആ പോളിസികൾ അനുസരിച്ച് വേണം ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് അതിലെങ്ങനെയാണ് ഈ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യുന്നത് അത് നോക്കാം. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ ഏണിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നേരത്തെ കാണിച്ചതുപോലെ അല്ല ഇപ്പോൾ ഷോപ്പിംഗ് കാണിക്കുന്നത്. കാരണം ഞാനത് എനേബിൾ ചെയ്ത് കഴിഞ്ഞു. അതെൻ്റെ മോണിറ്റൈസേഷൻ ടൂൾസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഷോപ്പിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കുറച്ച് താഴേക്ക് വന്ന് നോക്കിയാൽ ഇവിടെ കണക്റ്റഡ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് കണക്ട് യുവർ സ്റ്റോർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യരുത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇവിടെ നോക്കുക, കളക്ഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ ക്രിയേറ്റ് കളക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, അപ്ലോഡ് കവർ പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറിന് ഒരു കവർ പേജ് നമ്മൾ കൊടുക്കണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കവർ പേജ് ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ നോക്കുക, സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മുടെ സ്റ്റോറിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബെസ്റ്റ് മൈക്രോഫോൺ ഫോർ യൂട്യൂബേഴ്സ് അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ നമ്മുടെ സ്റ്റോറിന് ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് യുവർ ബെസ്റ്റ് മൈക്രോഫോൺ ഫോർ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ നോക്കുക, ഇനി പ്രോഡക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിനായിട്ട് ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മൈക്ക് തന്നെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. കാരണം ഒരു മൈക്കിൻ്റെ സ്റ്റോറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, കുറേ പ്രോഡക്ട്സുകൾ വന്നിട്ടുണ്ട്, കുറേ മൈക്കുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ ഒരു പ്രോഡക്റ്റ്സ് ഇവിടെ വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണോ വേണ്ടത് അത് നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 മൈക്കുകൾ ഇതേപോലെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഏറ്റവും താഴെ നോക്കുക, ഡൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ നോക്കുക, ഞാനിപ്പോൾ സെലക്ട് ചെയ്ത എല്ലാ മൈക്കുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ താഴേക്ക് നോക്കുക, പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. പബ്ലിഷിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കുക, എൻ്റെ കളക്ഷൻസിൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റോർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊരു മൈക്കിൻ്റെ സ്റ്റോർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു മൈക്കിൻ്റെ സ്റ്റോർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ സ്റ്റോർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ കുറേ മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. ടി വി ആണെങ്കിൽ ടി വിയുടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 3-4 സ്റ്റോറുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത രീതി ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എൻ്റെ കളക്ഷൻസിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോറുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചാനലിൽ കയറിയാലും മറ്റുള്ളവർക്ക് ഇത് കാണാൻ പറ്റും. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ചാനലിൻ്റെ ഈ ഹോം സ്ക്രീനിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റിലേക്ക് നമുക്ക് സ്റ്റോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഫീച്ചേർഡ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോറുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പബ്ലിക്കും ഇതേപോലെ നമ്മുടെ ഓരോ വീഡിയോയുടെ അടിയിലും ഇത് കാണിക്കും. അതുപോലെ ഒരു പബ്ലിക്ക് നമ്മുടെ ചാനലിൽ കയറിയാലും ഇതേപോലെ അവർക്ക് ഇത് കാണാവുന്നതാണ്. ഈ 2 രീതിയിൽ ഇവിടെ അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവരെ ഫ്ലിപ്കാർട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 30 ദിവസത്തേക്ക് അവർ എന്ത് പ്രോഡക്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു ചാനൽ മോണിറ്റൈസ് ആയതാണെങ്കിൽ ഇതുവരെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാത്തവർക്ക് നല്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ എലിജിബിലിറ്റി. അതുപോലെ എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഇതേപോലെ തന്നെ അതിനെ ഓൺ ചെയ്ത് ഈ പോളിസിക്ക് അനുസരിച്ച് നിങ്ങൾ ഈ ഷോപ്പിംഗ് ഫീച്ചർ യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.